അല്ല, ഇതാര്? അന്നാമ്മച്ചിയോ? എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? അന്നാമ്മച്ചിയല്ല, അന്നാമ. മനസ്സിലായോ? ഞാനിവിടെ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുവായിരുന്നു. എന്താണ് ഇത്ര മാത്രം ആലോചിക്കാൻ? എന്നോടും കൂടെ പറ, ഞാനും കേക്കട്ടെ. ഇത് പിന്നെ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന വീടില്ലേ, അവിടുത്തെ ഓണറാണത്ര ശരിയില്ല. അപ്പൊ വേറൊരു വീട് കിട്ടുമോ നോക്കാൻ വേണ്ടി. ഇവിടുത്തെ പി ജി ഒന്നും ശരിയല്ല, അവിടുത്തെ ഫുഡൊന്നും എനിക്ക് പിടിക്കില്ല. അതാ ഞാനിങ്ങനെ വീട് തപ്പി നിൽക്കുമായിരുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത്രയുള്ള കാര്യം ഇത് എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ തന്നെ നിനക്കൊരു വീട് സെറ്റാക്കി തന്നേനല്ലോ. ഏയ്, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ, അതാ ഞാൻ പറയാതിരുന്നേ. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. എന്റെ ചേട്ടന്റെ നല്ല അടിപൊളി ഗസ്റ്റ് ഹൗസ് ഇവിടെ ഉണ്ട്. അവിടെ പിന്നെ സേഫ്റ്റി ആണ്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ചേട്ടനാണെങ്കിൽ ഇപ്പൊ നാട്ടിലില്ല, അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് അവിടെ പോവാം. അല്ലെങ്കിൽ ചേട്ടനും ആളെ പാവമാണ് കേട്ടോ. അപ്പൊ അത് ചേട്ടൻ അങ്ങനെ പ്രശ്നമാവില്ലേ? വെറുതെ വേണോ? ഞാൻ വേറെ തപ്പിയെടുത്തോളാം. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ട് പറയണ്ട. അങ്ങനെ അന്നയ്ക്ക് അവന് ആ ഗസ്റ്റ് ഹൗസ് റെഡിയാക്കി കൊടുക്കുന്നു. എന്തിനാടി പുല്ലേ നീ എന്നെ പഠിച്ചത്? പറയടി. ആരും ഇല്ലാത്ത സമയത്ത് ഒരു പെൺകുട്ടി തനിച്ച് താമസിക്കുന്ന വീട്ടിൽ കയറി വന്നിട്ട് അവിടെ കുളിസയും കണ്ടിട്ട് എന്തിനടിച്ചെന്നോ? എന്താണോ നോക്കിയിരിക്കുന്നേ? മര്യാദക്ക് ഇറങ്ങി പോവാൻ നോക്കിയേ. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇറങ്ങി പോകാൻ പറയുന്നോ? നീ ആരടി? സത്യം പറഞ്ഞോ? തന്റെ വീടോ? അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. പെണ്ണെ, അതെ കളിക്കാൻ നിക്കല്ലേ. സത്യം പറഞ്ഞോ, നിന്നെ ആരുടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇത് എന്റെ വീടാ, പറഞ്ഞേക്കാം. ഇനി ഇത് മറ്റോ അവന്റെ ഏട്ടനാണോ? തെണ്ടി എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ചോദിച്ചത് കേട്ടില്ലേ നീ? അത് അത് ഇവാന എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഇവിടെ താമസിച്ചോന്ന് പറഞ്ഞിട്ട്. ഓ, ഇവാനല്ലേ നിന്നോട് കൊണ്ടാക്കിയത്? ഞാൻ ഇപ്പൊ അവനടുത്ത് വിളിച്ചു ചോദിച്ചു നോക്കാം. ഹലോ ഹലോ, എടാ നിനക്ക് കേൾക്കുന്നുണ്ടോ പറയുന്നത്? ആടാ കേൾക്കുന്നുണ്ടോ, നീ പറഞ്ഞോ. എന്റെ ഗസ്റ്റ് ഹൗസിൽ നീ പുതുതായിട്ട് ആരെങ്കിലും കൊണ്ട് താമസിച്ചായിരുന്നോ? ആടാ, അന്നാന്ന് പറയുന്ന ഒരു കൊച്ചിനെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ആ കൊച്ചിനെ അങ്ങോട്ട് ആക്കിയായിരുന്നു. ശരിടാ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, ഒരു അർജന്റ് വർക്കില്ല. ആടാ, ഓക്കെ ശരി. എന്തെങ്കിലും നോക്കുന്നേ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? പറ. അവന്റെ ഫ്രണ്ടാന്നുള്ള ഒറ്റ ഒരു കാരണം കൊണ്ടാ ഞാൻ നിന്നെ ഇപ്പൊ വെറുതെ വിടുന്നത്. പിന്നെ നീ എനിക്ക് തന്നൊരു അടിയുണ്ടല്ലോ, അതിനുള്ളത് ഞാൻ തിരിച്ചു തന്നിരിക്കും. നീ കുറച്ച് വെച്ചോ. പിന്നെ ഇത് എന്റെ ഗസ്റ്റ് ഹൗസാ, അപ്പൊ എനിക്ക് തോന്നുമ്പോ വരും പോവും. അയാൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയേ? ആ, എന്താണ് നീ എന്നെ കാണുമെന്ന് പറഞ്ഞ് വിളിച്ചേ? കാര്യം പറ. എടാ, കുറച്ചു നാളത്തേക്ക് ഞാൻ അവിടെ കാണത്തില്ല. ഞാൻ കേരളം വരെയൊക്കെ ഒന്ന് പോവാ. കേരള? അവിടെ എന്താ നിനക്ക് പണി? അത് പിന്നെ
പുതിയ മ്യൂസിക്കിന്റെ ഒരു കമ്പോസിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയാ. അത് ഇപ്രാവശ്യം നടത്തുന്നത് കേരളം എറണാകുളത്ത് വെച്ചിട്ടാ. നീ പോയിട്ട് ഇനി എപ്പോ വരാനാ? അങ്ങനെ ചോദിച്ചാൽ അത് എപ്പോ കഴിയുന്നോ അത്രയും പെട്ടെന്ന് ഞാൻ വരും. ഓക്കെ. പപ്പയോടും മമ്മിയോടും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ സെറ്റാടാ. എന്നാ പോട്ടേടാ. ശരിടാ, പോയിട്ട് വാ. അപ്പൊ ഇതാണ് എന്റെ ഹോട്ടൽ റൂം. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാരാ ഈ സമയത്ത് ഒന്ന് വിളിക്കുന്നേ? ഹലോ ഇവാൻ, ഞാൻ അലക്സ്. ഓ അലക്സ്, അത് താനായിരുന്നു? അലക്സ് ഞാനാണ്. അപ്പോ എന്ത്, എങ്ങനെ, എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യണ്ടേ? എന്തൊക്കെയാ പ്രോഗ്രാം? അതിനെ കുറിച്ച് പറയാൻ തന്നെ വന്നേ. നമുക്കിവിടെ നിന്ന് സംസാരിക്കണ്ട, നമുക്കിവിടെ ലൈബ്രറി ഉണ്ട്, അവിടെ പോയിട്ട് സംസാരിക്കാം. തന്റെ ഇഷ്ടം, നമുക്ക് പോവാം. എന്താ, ഞാൻ ഇപ്പൊ വരാം. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഇന്നായതുകൊണ്ട് ആളുകൾ എന്തായാലും ലൈബ്രറിയിൽ പോവാം. അപ്പോൾ ഇതാണ് കുറച്ച് സംസാരിക്കാൻ പറ്റിയ സ്ഥലം. താൻ പറയുന്നിടത് നമ്മൾ കപ്പിൾസ് തമ്മിൽ രഹസ്യമായിട്ട് സംസാരിക്കാമെന്നത് പോലെയാണല്ലോ. എന്തായാലും കൊള്ളാം. ഇവിടെ പിന്നെ നല്ല സയൻസ് ഉണ്ടല്ലോ. താൻ എന്തായാലും പറഞ്ഞു തുടങ്ങിക്കോ. ഓക്കെ. ജനുവരി 1 മുതൽ ജനുവരി 5 വരെയാണ് പ്രോഗ്രാംസ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഡേയിലാണ് മ്യൂസിക് എല്ലാം ഫസ്റ്റ് ഡേ തന്നെ നടത്തുകയാണ്. അപ്പോൾ ഇവാനും ഫസ്റ്റ് ഡേ തന്നെ ആയിരിക്കും പ്രോഗ്രാം ഉള്ളത്. ജനുവരി 1 ഫസ്റ്റ് ഡേ. അപ്പോൾ എൻ്റെ പ്രോഗ്രാം ജനുവരി 1. അപ്പോൾ ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടത് എത്ര മണിക്കാണ്? അതിനെക്കുറിച്ച് പറയാനും കൂടിയാണ് വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവാൻ്റെ പ്രോഗ്രാം ഏത് സമയത്ത് വേണമെന്ന് തനിക്ക് തന്നെ വിട്ടു തന്നിരിക്കുന്നു. യു മീൻ ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കേണ്ട ടൈം ഞാൻ തന്നെ കണ്ടുപിടിച്ച് പറയണമെന്നാണോ? എക്സാക്ട്ലി. എല്ലാവരും അത് തന്നെ ഉറപ്പിച്ചിരിക്കുക. താൻ തൻ്റെ ടൈം പറയുമ്പോൾ ബാക്കി മ്യൂസിക് എല്ലാം അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ടൈം നമുക്ക് സംസാരിക്കാം, ലാസ്റ്റ് പറയാത്. എന്നാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാലോ? ഓഫ് കോഴ്സ്, നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പോയിട്ട് ഒരു ബുക്ക് എടുത്തിട്ടില്ല, ഇവിടെ ഇരിക്കുമല്ലേ? ശരി, നീ എടുത്തിട്ട് വാ. എക്സ്ക്യൂസ് മീ ചേട്ടാ. എന്താ വേണ്ടേ? എനിക്ക് ആ മുകളിലേക്ക് ബുക്ക് ഒന്ന് എടുത്തു തരൂ. എനിക്ക് എത്തില്ല അവിടെ. എടുത്തു തരാം. ഏതാ ബുക്ക്? ആ ബുക്കാ. താങ്ക് യു. ഓൾവേസ് വെൽക്കം. നീത് ആരെയാ ഈ വായി നോക്കുന്നേ? ഞാനോ? ഞാനാരെയും വായി നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ കണ്ടു. ക്രഷായില്ലേ? ക്രഷോ? എനിക്കോ? ആരോട്? അവളെ നോക്കുന്ന നിന്റെ നോട്ടം കണ്ടാവേ അറിയടാ നിനക്ക് അവളോട് ക്രഷായിന്ന്. മറക്കണ്ട. അത് പിന്നെ നമ്മളെ കാണുമ്പോൾ ഏഞ്ചലിനെ പോലുണ്ട്. അവളൊരു ഏഞ്ചൽ തന്നെയാ. അവളുടെ പേരും ഏഞ്ചൽ തന്നെയാടാ. ഏഞ്ചൽ. കൊള്ളാം. അല്ല, നിനക്കങ്ങനെ അറിയാം അവളെ? അവളെ ഇവിടെ എല്ലാവർക്കും അറിയാം. അവളൊരു പാവം പിടിച്ച കൊച്ച. നല്ല സ്നേഹം എല്ലാവരോടും. അത്രയ്ക്ക് പാവം. ഐ ലൈക്ക് ഇറ്റ്. അവളെ വളയ്ക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. നടക്കില്ലടാ. അതെന്താ? നടന്നാൽ അവക്ക് പ്രേമിച്ച് നടക്കാൻ താല്പര്യമില്ലാത്തൊരു കുട്ടിയാണ്. അവക്ക് അവളുടെ ഡ്രീം, അതാണ് അവൾക്ക് ഏറ്റവും വലുത്. അന്ന് മുതൽ ഇന്ന് വരെ അവൻ നിന്റെ പുറകെ തന്നെയാ. വല്ല ആവശ്യം അവൻ നിന്റെ പുറകെ വന്നിട്ടുണ്ട്. പക്ഷെ നീ അത് ശ്രദ്ധിച്ചിട്ടില്ല.
അന്ന് നീ അവൻ്റെ കാറിൽ കയറിയപ്പോഴാണ് അവന് മനസ്സിലായത് അന്ന് നീ അവനെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന്. പിന്നെ അന്നയുടെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങൾ നന്നായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്, നല്ല സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു വീട്ടിൽ പറയാമെന്ന്. അങ്ങനെ അവളെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അന്ന് അച്ഛൻ നല്ല പ്രഷറിലായിരുന്നു. ആ പ്രഷർ മൊത്തം ഞങ്ങൾ അടുത്തങ്ങ് തീർത്തു. പിന്നെ ഇവളെ കല്യാണം കഴിക്കേണ്ടതെന്നും അവൾ ഓർഫണേജ് ആണെന്നും പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു. അതൊക്കെ അവൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക ചെയ്തേ. ആ ദേഷ്യത്തിൽ ഞാൻ അവളുടെ പുറകെ പോയി. തിരിച്ചപ്പോഴേ ഞാൻ ബൈക്കിലാണ് കൊണ്ടുവന്നത്. ആ സമയത്തായിരുന്നു ഞങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് വരുന്നത്. ആ ആക്സിഡൻറ്റ് കഴിഞ്ഞ് അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് ക്യാൻസർ ആണെന്നും അധികം നാളിനി കാണില്ല എന്നൊക്കെ. ക്യാൻസറോ? അതെ, അന്ന് മുതല അവൾ എന്നിൽ നിന്ന് അകലം പഠിച്ചു തുടങ്ങിയത്. പിന്നെ ഇവരാണ് നിന്റെ സ്പോൺസർ. അവൻ കാരണം നീ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അവനെ നിന്നെ എപ്പോഴും കാണുമെന്നുള്ളത് കൊണ്ടാണ്. എന്തിനു വേണ്ടിയാ ഇതൊക്കെ അവൻ ചെയ്തേ? ഇപ്പോഴും നിനക്കത് മനസ്സിലായില്ലേ? അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്ര വർഷമായിട്ട് നിന്റെ പുറകെ തന്നെ അവൻ നടന്നത്. പയ്യെ പയ്യെ നിന്നെ സ്നേഹിച്ചു. അന്നയ്ക്ക് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരുപാട് സങ്കടമായി. അതവൻ്റെ മൈൻഡിനെ ചെറുതായിട്ടൊന്ന് തളർത്തിയെന്ന് വേണമെങ്കിൽ പറയാം. നിനക്ക് ഇനി എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം ബാക്കിയുണ്ടെങ്കിൽ അതാവും വന്നിട്ട് തരും. പിന്നെ അന്ന, അവളെ ഞാൻ അത്ര പെട്ടെന്നൊന്നും പറഞ്ഞയക്കുന്നില്ല. അവളെ ഞാൻ എവിടെയാണെങ്കിലും പോയി രക്ഷിക്കും. അന്നയെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ അന്നയ്ക്ക് പകരം ഞാൻ പിവാനെ കുറിച്ചും കുറേ അറിഞ്ഞു. താങ്ക് യു സാർ. ഞാനെന്നാ പോവാണ് സാർ. ശരി, താൻപിക്കോ. എനിക്കുള്ളതോ? ഇതാരിപ്പോ കൊടുത്തു വിട്ടെ? ആ കൊച്ചവിടെ പോയി? അവിടെ നിന്ന് ഓടിപ്പോയോ? എന്നാലും ഇത് ഇപ്പൊ ആരാ കൊടുത്തു വിട്ടെ? ഹലോ ഏഞ്ചൽ, ഒന്നിങ്ങോട്ട് നോക്ക്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റോറി ബ്ലൂ ഐസ് എന്നുള്ള എൻ്റെ ഈ സ്റ്റോറി ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ എഴുതിയതുപോലെ അല്ല ഈ സ്റ്റോറി ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും എനിക്കറിയില്ല, 3 മാസത്തെ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ വീണ്ടും ഈ സ്റ്റോറി എഡിറ്റ് ചെയ്തത്. എനിക്ക് കിട്ടുന്നില്ല, ഞാൻ എത്ര സ്റ്റോറി അത് എഴുതിയത് വായിച്ചിട്ടും എനിക്കിത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സോ നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇതിൻ്റെ ഫൈനൽ എപ്പിസോഡായിരിക്കും. ഇതിൽ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാകും, അതൊക്കെ ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനൊന്നിനുള്ളൊരു ടൈമില്ലായിരുന്നു. പിന്നെ ഇത് വായിച്ചിട്ട് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നതാണ് ഈ എപ്പിസോഡ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ പറയുകയെന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനൽ ഞാൻ ഒരാൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളും ഞാനും കൂടി ആയിരിക്കും ഇനി അടുത്ത് വരുന്ന ഈ FF എല്ലാം ചെയ്യാൻ പോകുന്നത്. എഡിറ്റർ ഞാനും റൈറ്റർ ആവാനുമായിരിക്കും. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ചാനൽ അവൻ്റെ കയ്യിലുമുണ്ട്, എൻ്റെ കയ്യിലുമുണ്ട്. അപ്പോൾ ഇതുകൂടെ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റോറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഉദ്ദേശിച്ച രീതിയിൽ എന്തായാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പറയാണ്, എല്ലാവരും സപ്പോർട്ടാക്കണം. പിന്നെ കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ പിന്നെ നമുക്കിനി നമ്മുടെ ബ്ലൂ ഐസിൻ്റെ ഫൈനൽ എപ്പിസോഡിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇതിൻ്റെ ഫൈനൽ എപ്പിസോഡായിരിക്കും. അപ്പോൾ പിന്നെ ബൈ, ഞാൻ പോവാട്ടോ, ടാറ്റാ.